8-10 റാങ്കിൽ എക്സാമുകൾ എഴുതി 8 നിലയിൽ പൊട്ടി. ഒരു ലിസ്റ്റിൽ പോലും പേരില്ലാതെ, ഒരു ലിസ്റ്റിൽ ഒന്ന് കാണിക്കാനെങ്കിലും ഒരു സാമ്പിളിന് പോലും പേരില്ലാതെ, നമ്പർ ഇല്ലാതെ കിടക്കുന്ന ഒരാളായിരുന്നു. ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ എന്താന്നൊക്കെ നമ്മൾ അറിയുന്നതിനേക്കാൾ മുൻപ് തന്നെ ഒരു റാങ്ക് മാനിഫെസ്റ്റ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് തന്നെ ആ റാങ്ക് തന്നെ വാങ്ങി കൊണ്ട് പറ്റണ പരിപാടിയല്ല എന്നും പറഞ്ഞിട്ട് പുറത്തു പോകുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിനോ നാത്തൂനാണ് പറഞ്ഞത്, ഈ ഒരുപാട് കാശ് മുടക്കി പഠിക്കാതെ ഒന്ന് ഹോട്ടോപിക്സിൽ കയറി പഠിച്ചു നോക്കൂ, നിന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് പറഞ്ഞത് നാത്തൂനായിരുന്നു. അയ്യോ മക്കളെ വെച്ച് പഠിക്കാൻ പറ്റില്ല എന്ന് പലരും പറയുന്നുണ്ട്. കുട്ടികളെ വെച്ചിട്ട് എങ്ങനെയാ പഠിക്കാൻ പറ്റണത്? പക്ഷെ പറ്റും. അവരാണ് എൻ്റെ എനർജി എന്ന് വെച്ചിട്ട് എൻ്റെ മക്കളുടെ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു ഗ്രൂപ്പിൽ. നമ്മുടെ ഗ്രൂപ്പ് ഡി ആയിരുന്നു. ഞങ്ങൾ ഡി ഗ്രൂപ്പിൽ ഞാൻ 19 പേരുള്ളതിൽ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. അവിടെ ആർക്കും എൻ്റെ മക്കളെ 2 പേരുടെയും വോയിസ് കേൾക്കാത്തവരില്ല. കാരണം എന്നെ ഇടിക്കണതും അവർ തമ്മിൽ അടികൂടണതും ഒക്കെ അവർ കേട്ടിട്ടുണ്ട്. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആനിമോളാണ്. ആനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ പലർക്കും അറിയില്ല, സ്പാർക്ക് എന്ന് വേണം പറയാനായിട്ട്. സ്പാർക്കിൻ്റെ ഒരു പ്രത്യേകത ആ പേര് തന്നെയുണ്ട്. ആളുടെ ഒരു ഇത് എല്ലാവരുടെ ഇടയിലും സ്പാർക്ക് പോലെ തന്നെയാണ് നമ്മുടെ ആനിമോള്. കാരണം ഇപ്പോൾ പലരും നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് എവിടെ നോക്കിയാലും മാനിഫെസ്റ്റേഷൻ എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണാം അല്ലേ. ഈ മാനിഫെസ്റ്റേഷനൊക്കെ എന്താന്നൊക്കെ നമ്മൾ അറിയുന്നതിനേക്കാൾ മുൻപ് തന്നെ ഒരു റാങ്ക് മാനിഫെസ്റ്റ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് തന്നെ ആ റാങ്ക് തന്നെ വാങ്ങിച്ച, അതായത് 8th റാങ്ക് എന്നുള്ളൊരു മാനിഫെസ്റ്റേഷനിലൂടെ ആ 8th റാങ്ക് തന്നെ കരസ്ഥമാക്കി VFA ആയിട്ട് തൃശ്ശൂർ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന സ്പാർക്കാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്പാർക്കിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് സ്പാർക്ക്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. സുഖമായിട്ട് പോകുന്നു. 2024 ഫെബ്രുവരി 29 മുതൽ ഞാൻ VFA ആയിട്ട് തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ വർക്ക് ചെയ്യുന്നു. 2021 മുതൽ PSCക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ്. 2023 ആവേണ്ടി വന്നു നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട്. 21 മുതൽ നന്നായിട്ട് പഠിച്ചു തുടങ്ങി. 2019 ലാസ്റ്റ് മുതൽ തന്നെ നോക്കി തുടങ്ങിയിരുന്നു. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു 8th റാങ്ക് എന്ന് പറഞ്ഞ ആ മാനിഫെസ്റ്റേഷനുടെ. അപ്പോൾ ഈ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ റാങ്ക് കിട്ടും അല്ലെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കും എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ആ റാങ്കിൽ തന്നെ എത്തിയത്? ഇപ്പോൾ പലരും വാങ്ങിക്കുന്ന റാങ്ക് ഇപ്പോൾ ഒരു 100ൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 50 ആവാം. പക്ഷേ 8th റാങ്ക് തന്നെ എഴുതി വെച്ച് 8th റാങ്ക് തന്നെ വാങ്ങിക്കുക എന്ന് പറയുന്നത് അതൊക്കെ വളരെ റെയർ ആയിട്ടാണ്. അത് നമ്മൾ ഒരിക്കലും പറയാനായിട്ട് പറയുന്നതല്ല, നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി ഞാനത് ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കിട്ടിയത്? അത് ഞാൻ ആദ്യമായിട്ടല്ല ഒരു എക്സാം എഴുതണത്. 8-10 റാങ്കിൽ എക്സാമുകൾ എഴുതി 8 നിലയിൽ പൊട്ടി. ഒരു ലിസ്റ്റിൽ പോലും പേരില്ലാതെ, ഒരു ലിസ്റ്റിൽ ഒന്ന് കാണിക്കാനെങ്കിലും ഒരു സാമ്പിളിന് പോലും പേരില്ലാതെ, നമ്പർ ഇല്ലാതെ കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ആദ്യമേ ഹോട്ടോപിക്സ് ആയിരുന്നു നമ്മുടെ ഇമ്പറ്റസ് ആദ്യം. ആ സമയത്ത് അതിന് തൊട്ട് മുമ്പ് 2021 നമ്മുടെ LDയുടെ ലിസ്റ്റ് വന്നു. LDയുടെ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് തൃശ്ശൂർ ജില്ല ആയതുകൊണ്ട് ഞാൻ പുറത്തു പോന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് നടക്കണ പരിപാടിയല്ല, എന്നെ കൊണ്ട് പറ്റണ പരിപാടിയല്ല എന്നും പറഞ്ഞിട്ട് പുറത്തു പോകുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിനോ നാത്തൂനാണ് പറഞ്ഞത്, നീ ഒരുപാട് കാശ് മുടക്കി പഠിക്കാതെ ഒന്ന് ഹോട്ടോപിക്സിൽ കയറി പഠിച്ചു നോക്കൂ, നിന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് പറഞ്ഞത് നാത്തൂനായിരുന്നു പറഞ്ഞത്. അപ്പം അങ്ങനെ കയറി പഠിച്ചു തുടങ്ങി. അപ്പോഴും നമ്മൾ പഠിക്കുന്നു, എക്സാം എഴുതുന്നു, തോക്കുന്നു. എന്നും യൂഷ്വൽ പ്രോസസ്സാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ VFAയുടെ സമയമായപ്പോഴേക്കും VFAയുടെയും ബെവ്കോയുടെയും എക്സാം ഒരുമിച്ചായിരുന്നു. ഒരു വലിയ ടൈം വ്യത്യാസമില്ല, 2 ആഴ്ചയുടെ ഒരു ഗ്യാപ്പ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നമുക്ക് ആ സമയത്തൊക്കെ ഇമ്പോസിഷൻ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഇമ്പോസിഷൻ ഉണ്ടായിരുന്നു. നിതീഷ മിസ് ആയിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ട്യൂട്ടർ. എന്നും വരും ചീത്ത പറയും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 2 ബുക്കൊക്കെ ഇമ്പോസിഷൻ എഴുതി വെച്ചേക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരാളും അത്രയും ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ടാവില്ല. കാരണം ഒരു വീട്ടമ്മയാണ്, 2 മക്കളുണ്ട്, കുഞ്ഞു മക്കളാണ്. അപ്പോഴൊക്കെ ഞാൻ ഇമ്പോസിഷൻ എഴുതുമ്പോൾ താഴെ കൂടെ ചേർക്കും, നോക്കിക്കോ 30 റാങ്കിൻ്റെ ഉള്ളിൽ വാങ്ങുമ്പോൾ മിസ് സങ്കടപ്പെടും കൂട്ടാ, ഇത്രയും പൊസിഷൻ എൻ്റെ കുട്ടീനെ കൊണ്ട് എഴുതിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എപ്പോഴും എഴുതി വയ്ക്കായിരുന്നു. 30 റാങ്ക് എന്ന് മിസ്സിനോട് പറയുമ്പോഴും ഉള്ളിൽ ഞാൻ 8 എന്നുള്ളത് ചുമ്മാ പറയുമായിരുന്നു. കാരണം 2021 റാങ്ക് ലിസ്റ്റിൽ കോഴിക്കോട് ജില്ലയിൽ നമ്പർ 1 എന്നും പറഞ്ഞിട്ടൊരു ചേട്ടൻ
റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് കോഴിക്കോട് ജില്ലയിൽ നമ്പർ 1 ആയിരുന്നു റാങ്ക് കിട്ടിയത്. അപ്പോൾ ഞാനും കുറേ സാറുമാർ പറഞ്ഞിട്ട് നമ്പർ 1 നമ്മൾ അടുത്ത എക്സാമിന് റാങ്ക് 1 എന്ന് നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും കിട്ടുമല്ലോ റാങ്ക്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു വെച്ചു നമ്പർ 1. പിന്നെ കുറച്ച് എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പരിശോധിപ്പിച്ചാണ് നമ്പർ 1 ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല, ഞാൻ തലകുത്തി നിന്ന് നടക്കുന്ന കാര്യമല്ല. അത് ഞാൻ സ്കൂൾ ടൈമിലേ ഉറക്കുളച്ചിട്ട് പണിയെടുക്കണമായിരുന്നു എനിക്ക് നമ്പർ 1 കിട്ടാമെന്നുള്ള അപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്പർ 1 ഞാൻ ഉപേക്ഷിച്ചു. ആദ്യത്തെ 5 റാങ്കുകൾ ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് ഞാനൊരു 8-ാം തീയതി ജനിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ 8 എന്നുള്ള നമ്പർ ചുമ്മാ മനസ്സിൽ ഫിക്സ് ചെയ്തു. എന്ത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും എത്ര തളർന്നു പോയാലും 8-ാം റാങ്ക് മേടിക്കും. അപ്പോൾ ഈ തളർച്ചയൊക്കെ മാറ്റാം. ഇത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും വിചാരിക്കുമായിരുന്നു. എൻ്റെ റൂമിൽ ഞാൻ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് പഠിച്ചിട്ടില്ല, ഒട്ടിച്ച് വെച്ച് പഠിച്ചിട്ടില്ല. കാരണം മക്കളുടെ കലാവിരുദ്ധകളാണ് ഭിത്തി മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇതും കൂടെ ചേർക്കാനുള്ള ഗ്യാപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ അലമാരിയുടെ ഉള്ളിൽ മാത്രം 8 എന്നുള്ള നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കും. പിന്നെ എപ്പോഴും ഇമ്പോസിഷൻ എഴുതണതിൻ്റെ താഴെ 30 റാങ്കിൻ്റെ ഉള്ളിൽ ഞാനുണ്ടാവും, 30 റാങ്കിൻ്റെ ഉള്ളിൽ ഞാനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എഴുതുമായിരുന്നു. ഓക്കെ, അത് പറയുകയും അത് എൻ്റെ ഉള്ളിൽ വെറുതെ എടുത്തെടുത്ത് വെച്ചോണ്ടായിരുന്നു. തൊട്ട് മുമ്പിൽ ബൗക്വാലിറ്റി കഴിഞ്ഞു. ബൗക്വാലിറ്റി കഴിഞ്ഞപ്പോൾ അവിടെ 8 നിലയിൽ പൊട്ടി. കാരണം എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. അപ്പം നമുക്ക് കിട്ടില്ല. ബൗക്വാലിറ്റിക്ക് അധികം ലിസ്റ്റ് വരില്ല എന്നറിയാം. നമുക്ക് ആ മാർക്ക് എന്തായാലും എത്തിയിട്ടില്ല, നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് VFI നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഈ യൂണിവേഴ്സ് മൊത്തം നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളതിന് തെളിവായിട്ട് ഞാൻ ഈ എക്സാമിൻ്റെ 2 ആഴ്ച മുമ്പ് ഒന്ന് വിഡ്രോ ചെയ്തിരുന്നു. എല്ലാത്തിൽ നിന്നും ഇറങ്ങി പോരാനെ കൊണ്ട് പറ്റില്ല. കാരണം എക്സോസ്റ്റ് ആയി, നമ്മൾ പഠിച്ച് എക്സോസ്റ്റ് ആയി, എനിക്കിനി പറ്റില്ല. ഒപ്പം ചുമ്മാ ഓരോരോ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ കയറുന്ന കാരണം നമ്മൾ വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കും. വീട്ടിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ് പകുതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നടക്കില്ല, എനിക്ക് പറ്റില്ല, ഞാൻ നിർത്തുവാന്നും പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളിൽ 4 പേര്, ഞങ്ങൾ 4 പേര് വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ഗ്രൂപ്പ്, നമ്മുടെ ഇതിനകത്ത് ഒരു കുഞ്ഞു ഗ്രൂപ്പായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ ആരതി, രേഷ്മ, ജിത്തു, ഇവര് 3 പേരും വിളിച്ച് സ്വൈര്യം തന്നെയില്ല, നീ ഇപ്പൊ വിടല്ലേ, ഇപ്പൊ വിടല്ലേ, നീ എന്തായാലും പഠിക്കുക നടക്കും. അപ്പോൾ ഒരു 2 ദിവസം എക്സാമിന് തൊട്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് കേട്ടോ, ബൗക്കോ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞാനൊന്ന് എന്നെ കൂടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഡ്രോ ചെയ്ത് 2 ദിവസം പഠിച്ചില്ല. അപ്പോൾ അവരിരുന്ന് പ്രേരിപ്പിച്ചു പഠിക്കാൻ പറയാൻ നിതീഷ മിസ്സും വിളിച്ചു, നീ കളയല്ലേ, ഇത്രയും കാലം കളിച്ചുവല്ലോ, ഇത്രയും കാലവും പഠിച്ചുവല്ലോ, ഇനി ഇത് കഴിഞ്ഞിട്ട് നീ കല ഉടച്ചോളൂ, അപ്പോൾ കല ഉടയ്ക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവരുടെ നിർബന്ധപ്രകാരം വീണ്ടും പഠിക്കാൻ തുടങ്ങി. പിന്നെ അവർ 4 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് കേട്ടോ, ഞങ്ങൾ 4 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അന്ന് എക്സാമിന് പോണതിൻ്റെ അന്ന് ആദർശം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ എല്ലാ എക്സാമിനും ഞാൻ വിളിക്കുന്ന ആളാണ്. അവൻ അന്നത്തെ എക്സാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ചേച്ചിക്ക് ബൗക്ക എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് വേണ്ടിയിട്ട് ഒരു 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. 1-2 100 ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ 80 കടക്കാത്ത ആളാണ്. 80 ക്വസ്റ്റ്യൻ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ എനിക്ക് കയ്യും കാലും മറക്കണ ആളാണ്. ധൈര്യക്കുറവുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ഉള്ളിൽ, നമ്മൾ 8ാമത്തെ റാങ്ക് എപ്പോഴും പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അറിയാം കിട്ടുമായിരിക്കുമോ, എന്നാലും കിട്ടിയാലോ, ഇത്രയേ ഉള്ളൂ. ആ എക്സാമിന് പോയി ഞാൻ അവൻ പറഞ്ഞത്, അന്ന് അവൻ ആ മാർക്ക് വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 98 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, മലയാളത്തിലെ ആണോ അല്ല, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല. വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് സംശയം വന്നു. ബയോളജിയിൽ 2 ദിവസം മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്തതാണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ എനിക്ക് തൊടാനൊരു പേടി. കാരണം 2 ദിവസം മുമ്പ് ദൈവം കാണിച്ചു തന്നിട്ട് ഞാൻ പരീക്ഷിച്ചത് നെഗറ്റീവ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ 2 ക്വസ്റ്റ്യനെ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി 98 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് വന്നു. തിരിച്ചു വന്നപ്പോഴും എനിക്കറിയാം ബാക്കി എല്ലാവർക്കും 90 100 ഉണ്ടായിരിക്കും. കാരണം പേപ്പർ എളുപ്പമാണ്, എന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ബാക്കി എല്ലാവർക്കും ആസ് യൂഷ്വൽ ഞാൻ അജാസ് സാറിന് മെസ്സേജ് അയക്കാറുണ്ട്, ഇത്രയാണ് മാർക്ക്, ബാക്കി എല്ലാവർക്കും എന്നെക്കാൾ ഒരു 9 മാർക്ക് കൂടാറാണ് പതിവ്. അത് മതിയല്ലോ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഔട്ട് ആവാനായിട്ട്. സാറേ എനിക്കിങ്ങനെ 82+ അങ്ങാണ്ട് മാർക്ക് ഉണ്ട്, ബാക്കി എല്ലാവർക്കും 90 91 ഉണ്ടാവുമായിരിക്കും. അപ്പൊ സാറ് പറഞ്ഞു, അനിമോളെ ഇല്ല, സാർക്ക് അങ്ങനെ ഒരു മാർക്കില്ല, താനാണ് ഇത്രയും സ്കോർ പറഞ്ഞിട്ടുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഒന്നോടെ നോക്കട്ടെ, കാരണം എനിക്ക് എന്റെ വിശ്വാസം പോരാ. അങ്ങനെ വരാൻ ഒരു ചാൻസും ഞാൻ നോക്കിയിട്ട് കാണാനില്ല. മാത്സ് ടഫായിരുന്നു, എനിക്ക് ഏറ്റവും ഈസിയുള്ള ഭാഗം മാത്സ് ആയിരുന്നു. അപ്പോൾ ആ യൂണിവേഴ്സ് കൂടെ നിൽക്കും എന്നുള്ളതിന് കാരണം അത്രയും കാലമുള്ളായിരുന്നു മാത്സ് അല്ലായിരുന്നു. പെട്ടെന്ന് VFIക്കുള്ള മാത്സ് പാറ്റേൺ മാറി, നല്ല ടഫായിരുന്നു. ആർക്കും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ പുലിക്കുട്ടികൾ പോലും മാത്സിൽ പിന്തിരിഞ്ഞു. എനിക്കും കുറെ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. മാത്സ് പിന്തിരിഞ്ഞു പോന്നപ്പോൾ ആ മാത്സ് ആണ് എന്റെ മാർക്ക് കയറ്റിയത്. ആ ഒരു 6 മാർക്ക് കയറിയത് മാത്സിൽ മാർക്കിന്റെ വ്യത്യാസം വന്നു. ആ വ്യത്യാസത്തിലാണ് ഞാൻ സ്വപ്നം കണ്ട 8 എന്നുള്ളത് നമ്പർ കിട്ടിയത്. അതിനുശേഷം അപ്പോൾ എനിക്ക് മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്ക് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ കിടക്കണ കോഴിക്കോട് ജില്ലയിലെ നമ്പർ 1 ആയിട്ടുള്ള ചേട്ടൻ, പക്ഷെ ആള് നമ്പർ 1 ആണ്, ഓക്കെ സമ്മതിച്ചു. അപ്പൊ അത്രയും കാലം ഞാൻ
വേറെ സാറുമാരുടെ ഒക്കെ യൂട്യൂബ് മോട്ടിവേഷൻ കേൾക്കുമ്പോൾ റാങ്ക് നമ്പർ 1 ഇല്ല, പിന്നെ മനസ്സിലായി നടക്കില്ല, പരിപാടി എനിക്ക് നടക്കുന്ന പരിപാടിയല്ല. 8 എന്നാ പിന്നെ 8 ആയിക്കോട്ടെ എന്നിട്ട് 8 അങ്ങനെ വിചാരിച്ച് ഒരു ആഗ്രഹത്തിന് വിചാരിച്ചാണോ എന്ന് വെച്ചാൽ ആണ്, ഇല്ലാന്ന് ഞാൻ പറയില്ല. കാരണം അത്രയും കാലം ഒരു ലിസ്റ്റിലില്ലാതെ, ഒരു 100 ഇല്ലെങ്കിൽ വേണ്ട 1000 പേരുടെ ലിസ്റ്റിലില്ലാതെ, 1500 പേരുടെ ലിസ്റ്റിലില്ലാത്ത ഞാൻ പെട്ടെന്ന് ഈ 8 എന്നുള്ളത് എൻ്റെ സ്വപ്നത്തിൻ്റെയും ആവാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് രാവിലെ ആദർശ് വിളിക്കുന്നു, 2 ആഴ്ച മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് കൈവിടാതെ കൂടെ നിൽക്കുന്നു. അവരൊക്കെ കാരണമാണ്. നിതീഷ മിസ് അടക്കം, അജാ സാർ അടക്കം വിളിച്ചിട്ടുണ്ട്, നിർത്തി പോകല്ലേ, ഈ സമയം അതിന് പറ്റിയ സമയം ഇതല്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു റാങ്കിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഇപ്പോഴും ആരോടെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ റാങ്ക് ആദ്യം എഴുതി വെക്കൂ, എന്നിട്ട് അതിലേക്ക് പഠിക്കൂ. അല്ലാണ്ട് ഫസ്റ്റ് റാങ്ക് വേണമെന്നില്ല. 1050 റാങ്ക് അല്ലെങ്കിൽ 1100 റാങ്ക്, അതിൻ്റെ ഉള്ളിൽ സ്വപ്നം കണ്ടാൽ മതി. അതിനപ്പുറത്തേക്കുള്ള സ്വപ്നം കാണാൻ നിൽക്കണ്ട. സ്വപ്നം കാണുമ്പോൾ കുറച്ച് വലുതായ സ്വപ്നം കാണണം. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട്, ആ റാങ്കിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനേ ഞാൻ ആരോടും പറയാറുള്ളൂ. അങ്ങനെയാണ്. അതാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ. അവിടെ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്ക് എനിക്കറിയില്ല. അതിനുശേഷമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് ഓഹോ ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യമുണ്ടല്ലേ. യൂട്യൂബിൽ അങ്ങനെ, നമുക്ക് യൂട്യൂബിൽ PSCയുടെ കാര്യം വെച്ച് വേറെ ഒന്നും നമ്മൾ നോക്കാറില്ല. മാനിഫെസ്റ്റേഷൻ എന്നുള്ളൊരു ടെക്നിക്ക് ഉണ്ടല്ലേ, ആ വാക്ക് എനിക്ക് അറിയാതെ. പക്ഷെ ഞാൻ ഒരു ക്രിസ്ത്യനാണ്. അപ്പൊ നമ്മളിൽ വിശ്വസിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ച് എന്നിലും എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ച് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയണതാണ്, അവനവൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മള് ഇനിയിപ്പോൾ വ്യത്യസ്തമാണെങ്കിൽ അവനവനിൽ മാത്രം വിശ്വസിക്കുക. അതെ, അവനവൻ്റെ കാര്യം എങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ രീതിയിൽ വിശ്വസിച്ച് മാത്രം പഠിക്കുക. അല്ലാണ്ട് എനിക്ക് കിട്ടുമോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന്, എനിക്കൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് നടക്കണ കാര്യമല്ല. ഇവിടെ ഇപ്പൊ ട്രസ്റ്റ് മാത്രമല്ല, നമ്മുടെ ഒരു ഹാർഡ് വർക്കും കൂടി നന്നായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര വേണമെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, പക്ഷെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരു ഹാർഡ് വർക്ക് ഇല്ലാതെ ചുമ്മാ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കിട്ടില്ല. അപ്പൊ അതിൻ്റെ ഒരു ഹാർഡ് വർക്കും കൂടെ നമുക്ക് വേണം എന്നുള്ളതിന്റെ എക്സാമ്പിൾ കൂടിയാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ സ്പാർക്ക്. കാരണം അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്, ആ വർക്കിന്റെ എഫേർട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് രാവിലെ ഫ്രണ്ട് വിളിക്കുന്നു, അല്ലെങ്കിൽ 98 ഒരിക്കലും അറ്റൻഡ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ആ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ ഹാർഡ് വർക്കും വളരെയധികം ഫാക്ടേഴ്സും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു, 3-4 പേര് പറഞ്ഞു എല്ലാവരും ഗവൺമെൻറ് സർവീസ് കയറി എന്നും പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സ്റ്റഡീസ് എങ്ങനെയായിരുന്നു? അത് നമ്മുടെ ബാച്ചിൽ തന്നെയുള്ള കുട്ടികളായിരുന്നു എല്ലാവരും? 4 പേരും. അതിനകത്ത് ഒരാൾ മാത്രം ഫസ്റ്റ് LD കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ കൂടുമായിരുന്നു. അവൻ വേറെ പഠിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അവന് വേറൊരു ജോലി മേടിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ എത്തിക്കണമല്ലോ, കൂടെ ഒഴുക്കിന് ഒരുമിച്ച് ഇറങ്ങിയതെങ്കിൽ 4 പേരെയും ഒരുമിച്ച് എത്തിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും അങ്ങനെ കൈവിട്ടിട്ടില്ല. 4 പേർക്കും ഇപ്പൊ എനിക്ക് ശേഷം ജോലി കിട്ടിയവർക്കൊക്കെ ഒന്നോടെ നല്ല ഡിഗ്രി ലെവലും കൂടെ ജോലി കിട്ടിയിട്ടുണ്ട്. അതൊരു വളരെ നല്ലതല്ലേ. കാരണം ഒരു ഗ്രൂപ്പില് എത്ര പേരിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഇപ്പൊ ഇതിന്റെ അകത്ത് വന്ന് കിട്ടുന്നത് ശരിക്കും നല്ലൊരു തന്നെയാണ്. ഇവിടെ നിന്ന് കിട്ടിയതാണ്, നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് പല ഫ്രണ്ട്സ് ഉണ്ടാവും, ചിലർ നമ്മുടെ കൂടെ നിൽക്കും, ചിലർ നമ്മുടെ ഇട്ടിട്ട് പോകും. പക്ഷെ ഒരാൾക്ക് മാത്രം ജോലി വാങ്ങിച്ച പോരാ അല്ലേ. നമ്മൾ പഠിക്കുന്ന 4 അല്ലെങ്കിൽ 5 പേർക്കും കിട്ടണം എന്ന് പറഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തൊരു ചോദിക്കണേ, ഏതെങ്കിലും ഒരു വീക്ക് ഏരിയ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിരുന്നു ഈ പഠിക്കുന്ന സമയത്ത്? ഇപ്പൊ മാത്സ് ഓക്കെ ആണെന്ന് പറഞ്ഞു. മാത്രമേ ഓക്കെ ഉണ്ടായിരുന്നുള്ളൂ. മാത്സ് ഓക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ആദ്യ കാലങ്ങളിലൊന്നും മാത്സിന് ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം മാത്സിന് എനിക്ക് മാർക്ക് കിട്ടും. അപ്പൊ പിന്നെ ഞാൻ ടെൻഷൻ അടിക്കണ്ട. അവിടെയും 10 out of 10 ഇല്ല, 8 out of 10 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ ഓക്കെ ആയിരുന്നു. പിന്നീട് മനസ്സിലായത് എൻ്റെ ആ 2 മാർക്കിന് വിലയുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ രാവിലെ ഞങ്ങള് ഗ്രൂപ്പ് എണീക്കേണ്ടത് 3 മണിക്ക് എണീക്കും. 3 പേരെയും വിളിച്ചെണീപ്പിക്കും. രാത്രിയിൽ കടക്കുമ്പോ ജിത്തുവിൻ്റെയും എൻ്റെയും ഉറക്കവും കൂർക്കം വലിയും കേട്ടിട്ടാ ബാക്കി 2 പേരും കിടന്നുറങ്ങുള്ളൂ. കാരണം എന്നാലും കൂടെ ഇരിക്കും. എത്ര ടയേർഡ് ആണെങ്കിലും ആരെങ്കിലും ഒരാളിരുന്ന് വായിക്കാം, അവർക്ക് വിശ്വാസം അത്രയേ ഉള്ളൂ. ചില സമയത്തൊക്കെ പറയും, ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ കൂർക്കം വലി എടുത്ത് ഞാൻ കേട്ടു എന്ന് പിള്ളേരിന്ന് പറയണേക്കാം. അപ്പൊ എന്നാലും ഞങ്ങൾ രാത്രി അവർ ലേറ്റ് ആവും, വേറെ 2 പേരും ലേറ്റ് ആയിട്ട് കിടക്കണവര്, ഞങ്ങൾ 2 പേരും നേരത്തെ എണീക്കണവര്. രാവിലെ 3 മണി മുതൽ രാത്രി ഒരു 12 മണി വരെ ഞങ്ങളുടെ ഗ്രൂപ്പ് ആക്റ്റീവ് ആണ്. പക്ഷെ 4 പേരും അപ്പൊ ആക്റ്റീവ് ആവണമെന്നില്ല. പക്ഷെ ഉള്ള സമയത്ത് അത്രയും ഞങ്ങള് ഒരാളെ ഒറ്റയ്ക്ക് ഇടാതെ ഞങ്ങൾ എപ്പോഴും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉറക്കമൊക്കെ പ്രോപ്പറായി തന്നെയായിരുന്നു? ഉറക്കം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 4 പേരുണ്ടെങ്കിലും 2 ടൈമിംഗ് ആണ്. പക്ഷെ എന്നാലും ഞങ്ങളൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ, എക്സാമിന്റെ സമയത്ത് എത്തിയപ്പോൾ 4 മണിക്കൂറൊക്കെ തന്നെ ഉറങ്ങിയിട്ടുള്ളൂ. എക്സാമിന്റെ തലേദിവസം നന്നായി കടന്നുറങ്ങും. പിന്നെ ഈ പറഞ്ഞ VFAയുടെ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര കാമായിരുന്നു മൈൻഡ്, ഭയങ്കര കാമായിരുന്നു. ഒരുപാട് പേര് ഇന്നലെ എക്സാമിന് പോകുമ്പോൾ പോലും പലരും പറയുന്നത് ടെൻഷനാണ് എന്നാണ്.
ആക്ച്വലി ടെൻഷൻ അടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് എനിക്ക് ആ എക്സാമോടുകൂടെ തോന്നിയതാണ്. അന്ന് ഞാൻ ഭയങ്കര കാമായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കാൻ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ടെൻഷൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കാൻ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ മെലഡി സോങ്സ് കേട്ട് അവിടെ ഇരുന്നു. അവിടെ എക്സാം ഹാളിൽ പോയിട്ട് ഞാനൊന്നും പഠിച്ചില്ല. അങ്ങനെ ആരും പഠിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, പഠിക്കുന്നവർക്ക് പഠിക്കാം, പക്ഷെ കാമായിട്ടിരുന്ന് പഠിക്കണം. ഞാൻ അത് നോക്കി തീർന്നില്ലല്ലോ, ഇത് നോക്കി തീർന്നില്ലല്ലോ, മറ്റേ TV എടുക്ക് എന്റെ ബിന്ദു പണിക്കരുടെ പോലെ എത്തില്ല നമുക്ക്. കാരണം ഏറ്റവും അവസാനമാണെങ്കിൽ പോലും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു രാത്രി ഉറങ്ങി കൊടുക്കണം, ഉറക്കം നന്നായി കൊടുക്കണം. കാരണം ആ ഉറക്കത്തിൽ എന്തൊക്കെയോ കിട്ടാനുണ്ട്. അതെ അതെ, തീർച്ചയായും എന്തൊക്കെയോ എത്താനുണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതൊക്കെ തന്നെ നമ്മുടെ മൈൻഡിൽ കിടക്കും. ഇപ്പൊ തലേ ദിവസം നമ്മൾ എന്ത് തന്നെ ചെറിയൊരു രീതിക്കൊക്കെ നമുക്ക് ക്യാപ്സ്യൂൾ പോലെ എന്തെങ്കിലും എഴുതി വെച്ചത് പഠിക്കുക എന്നുള്ളതല്ലാതെ പിന്നെയും വാരി വലിച്ചൊരു പഠിത്തം. ഞങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു നോട്ട്ബുക്ക് വേറെ എക്സ്ട്രാ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ബുക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ. നമുക്ക് തോന്നുമല്ലോ ഇത് റാങ്ക് മേക്കിംഗ് ആവും, പഠിക്കണേന്റെ എവിടെയെങ്കിലും റാങ്ക് മേക്കിംഗ് ആവും എന്നുള്ളത് തോന്നുമ്പോൾ അങ്ങനെ ഒരു 1000-400 ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു. ആ 400 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു 12 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ SCRT അല്ല, SCRTക്ക് പുറത്തുനിന്നുള്ള നമ്മൾ എഴുതിയെടുത്ത് വെച്ചേക്കുന്നത്. അത് 12 ക്വസ്റ്റ്യൻ, അത് ഭയങ്കര മാർക്കായിട്ട് എനിക്ക് തോന്നുന്നു. ആ 12 മാർക്ക് വളരെ വാല്യുബിൾ ആണ്. അത് ഞാൻ ഇപ്പോഴും പറയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാ പഠിക്കണം. ഞാനപ്പോൾ പറയും, നമ്മൾ ഇപ്പോഴേ ഒരു ബുക്ക് കൂടെ കൊണ്ടു നടക്കണം. നമ്മുടെ അവസാന ദിവസത്തേക്ക് അജാസാർ ഒരിക്കൽ പറഞ്ഞിരുന്നു, നന്നായി പഠിക്കണവർക്ക് അറിയാം അവസാനത്തെ ബുധനാഴ്ച എന്ത് പഠിക്കണം, വ്യാഴാഴ്ച 9 മണിക്ക് എന്ത് പഠിക്കണം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം എന്നൊരിക്കൽ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അതെങ്ങനെ അറിയാം? അപ്പൊ അവിടെ ഇവര് സാറുമാര് ഒക്കെ പറയണ കുറെ വാക്കുകൾ ഞാൻ എടുത്തു വെക്കും. ഞാൻ എപ്പോഴും മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ വെറും കൈയോടെ ഇരുന്ന് കേൾക്കാറില്ല. മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുവാണെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് കേട്ടാലും ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു പോയിന്റ് ഞാൻ എഴുതി വെക്കും. ആ ഒരു പോയിന്റ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ബുക്ക് കീപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അത് എല്ലാ കാര്യത്തിനും. അതെ കേട്ടോ. അതേപോലെ മലയാളം ദിവസവും പഠിക്കണമെന്നും മാത്സ് എനിക്ക് എത്ര അറിഞ്ഞാലും ഞാൻ ദിവസവും ചെയ്ത് നോക്കണം. ഒരു 20 മിനിറ്റ് ഞാൻ മാത്സിന് മാറ്റി വയ്ക്കും. PYക്കും ചെയ്യും. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അതിന് നമുക്ക് മാർക്ക് കിട്ടിയാൽ മാത്രം തന്നെ നമുക്ക് റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അനിമോള് നേരത്തെ പറഞ്ഞായിരുന്നു ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എവിടെയും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഗവൺമെന്റ് സർവീസിലോട്ടാണ് കയറി പോകുന്നു. വർക്ക് ചെയ്യാത്ത ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വീട്ടമ്മയാണ്, 2 മക്കളെ നോക്കണം, 2 ആൺകുട്ടികളാണ്, കുറുമ്പന്മാരായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ നോക്കി കുറച്ചധികം നമുക്ക് നമ്മുടെ വീക്ക് പോയിന്റ്സിനൊക്കെ ഒത്തിരി ഉണ്ടാവും അല്ലേ? അപ്പം അതിനെങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് ഇങ്ങനത്തെ ഒരു സക്സസ്ഫുൾ ഒരു റാങ്കിലോട്ട് എത്താനായിട്ടുള്ളത്? റാങ്ക് ഞാൻ പറഞ്ഞല്ലോ, വച്ചിരുന്നൊരു റാങ്ക്, അത് കിട്ടിയത് ദൈവയോഗം അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. മക്കളെ വെച്ച് പഠിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും മക്കളെ വെച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നു പുറത്ത് പോയിരുന്നു പഠിച്ചാലേ കിട്ടുള്ളൂ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിരുന്നു പഠിക്കും, അല്ലാണ്ട് കുട്ടികളെ വെച്ചിട്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കുട്ടികളെ വെച്ചിട്ട് തന്നെ പഠിക്കണമായിരുന്നു. കാരണം ഞാൻ പഠിക്കണ പകുതി അവർക്ക് വേണ്ടിയിട്ടാണ്, ബാക്കി പകുതിയെ എനിക്ക് വേണ്ടിയിട്ടുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ഓരോ ലേഡിയും ഇൻഡിപെൻഡന്റ് ആവണമെന്ന് എനിക്ക് ജോലി കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത്രയും കാലം എനിക്ക് അത്രയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ വില്ലേജിൽ വരുന്ന ഓരോരുത്തരോടും പറയും, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ ബാക്കിയുള്ളതിന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മക്കളെ വെച്ച് പഠിപ്പിക്കുമ്പോൾ മക്കളുടെ കൂടെ ഇരുന്നിട്ട് അവർക്കൊരു പനി വന്നാൽ അവരുടെ കൂടെ ഞാൻ ഇരിക്കുകയുള്ളൂ. പിന്നെ അവിടെ പഠിക്കാനിരിക്കില്ല. കാരണം എനിക്ക് 2 മനസ്സായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പഠിക്കാൻ അവരുടെ കൂടെ ബാക്കിയെല്ലാം ചെയ്തിട്ട് രാത്രി, അപ്പോൾ പകലൊക്കെ അവരുടെ കൂടെ കടന്നുറങ്ങും. രാത്രി പക്ഷെ അവർ ഉറക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ സ്വസ്ഥമായി കടന്നുറങ്ങുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഞാൻ എണീറ്റിരുന്ന് പഠിക്കുമായിരുന്നു. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോയി കിടക്കേണ്ട സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പോലും ഞാൻ പകല് അവർ അറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പക്ഷെ ഞാൻ രാത്രിയിൽ എപ്പോഴെങ്കിലും എഴുന്നേറ്റിരുന്ന് പഠിക്കുമായിരുന്നു. നമുക്കൊരു ദിവസം മുഴുവനായിട്ട് ടോപ്പിക്കൊന്നും തീർന്നില്ലെങ്കിൽ പോലും എന്തെങ്കിലും ടോപ്പിക്ക് ഞാൻ നിർബന്ധമായും പഠിച്ചിട്ടുണ്ട്, ഏതൊരു ദിവസമാണെങ്കിലും. മക്കളെ വെച്ചിട്ട്, പിന്നെ മക്കള് നമ്മുടെ എനർജി ആണ് ശരിക്കും. നമ്മൾ അയ്യോ മക്കളെ വെച്ച് പഠിക്കാൻ പറ്റില്ല എന്ന് പലരും പറയുന്നുണ്ട്. കുട്ടികളെ വെച്ചിട്ട് എങ്ങനെയാ പഠിക്കാൻ പറ്റണത്? പക്ഷെ പറ്റും. അവരാണ് എൻ്റെ എനർജി എന്ന് വെച്ചിട്ട്. എൻ്റെ മക്കളുടെ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു ഗ്രൂപ്പിൽ. നമ്മുടെ ഗ്രൂപ്പ് D ആയിരുന്നു ഞങ്ങൾ. D ഗ്രൂപ്പിൽ ഞാൻ 19 പേരുള്ളതിൽ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. അവിടെ ആർക്കും എൻ്റെ മക്കളെ 2 പേരുടെയും വോയിസ് കേൾക്കാത്തവരില്ല. കാരണം എന്നെ ഇടിക്കണതും അവർ തമ്മിൽ അടി കൂടണതും ഒക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരിരുന്ന് ചിരിക്കുമായിരുന്നു. ഇവരുടെ
ഇത് കേട്ട്. പക്ഷെ അവരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും ഞങ്ങൾ 3 പേരും കൂടെ റൂമിൽ കയറിയിരിക്കും, എന്നിട്ട് അങ്ങ് പഠിക്കും. അവരവിടെ യുദ്ധം ഉണ്ടാക്കും, അവര് വഴക്ക് കൂടും. അവരെന്റെ റാങ്ക് ഫയലിൽ അവർക്ക് വരച്ച് കളിക്കാൻ ഇഷ്ടമുള്ളൂ. ഇഷ്ടംപോലെ ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ക്രയോൺസ് മേടിച്ചു. അവർക്ക് എന്റെ റാങ്ക് ഫയലിൽ വരച്ചാലേ ഇഷ്ടമുള്ളൂ. അപ്പൊ പഴയ റാങ്ക് ഫയലൊക്കെ എടുത്തു, കാരണം ബുക്കുകൾക്കൊന്നും ക്ഷാമമില്ലല്ലോ, ഇഷ്ടംപോലെ സോഴ്സ് അല്ലേ നമുക്ക്. അപ്പൊ റാങ്ക് ഫയലുകൾ എടുത്തു കൊടുക്കും, അവർ അതിനകത്തിരുന്ന് വരച്ച് പഠിക്കും. അവർക്ക് അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്കൊരു വന്നിട്ടില്ല. അമ്മ പഠിക്കണത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടല്ല, ഇന്നും പഠിക്കാൻ സപ്പോർട്ട്. അതുകൊണ്ട് അവര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും പഠിക്കണ കാര്യത്തില്, കാരണം അവരത് കണ്ടിട്ടാണ് വളർന്നത് അവര്. അപ്പൊ അത് കാരണം കുഴപ്പമുണ്ടായില്ല. പിന്നെ ഓരോ വീട്ടമ്മയായിട്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല. അവനവൻ ഇൻഡിപെൻഡന്റ് ആയേ പറ്റൂ. ഇൻഡിപെൻഡന്റ് ആവാന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഒരു കുടുംബത്തിനെയും കൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമുക്ക് ഒരു കുടുംബം വീട്ടിൽ നമ്മൾ സ്ത്രീകൾ ഇരിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ എണ്ണം കൂടും. കാരണം നമ്മൾ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുവാണേ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ജോലിക്ക് പോണവരുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം അസൂയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു ഫ്രസ്ട്രേഷൻ വരും. ആ ഫ്രസ്ട്രേഷൻ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങും. അപ്പൊ നമ്മുടെ മക്കളെ ബാധിക്കും. അതിനേക്കാളൊക്കെ ഒരുപാട് ഭേദമാണ് നമ്മൾ ഫുൾ ടൈം ഒന്നും മക്കൾ കാണണ്ട. നമ്മൾ ഓഫീസിൽ പോയി 5 മണിക്ക് തിരിച്ചു വരേണ്ട ജോലിയാണല്ലോ നമ്മുടെ. 5 മണിക്ക് ശേഷമൊക്കെ മക്കൾ കണ്ടാൽ മതി, അവർക്കും സ്വസ്ഥമായിരിക്കും. ഇത്ര നേരം കണ്ടാൽ മതിയല്ലോ അമ്മേനെ. അല്ല, അതുകൊണ്ടല്ല, പണ്ടൊക്കെ എന്റെയൊക്കെ അമ്മയ്ക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. അതിന്റെ സുഖം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോഴേക്കും അമ്മേ ചായ എന്ന് പറഞ്ഞിട്ട് ഓടി വരായിരുന്നു. പക്ഷെ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ, അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വാശിയോടെ പഠിക്കുമ്പോൾ അവർക്ക് സന്തോഷം കൂടുകയുള്ളൂ. നമ്മളൊരു ജോലി മേടിക്കുമ്പോഴും എനിക്കൊരു ജോലി കിട്ടിയപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മക്കളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരും ഇൻഡിപെൻഡന്റ് ആവാണ് ഇതിലൂടെ. നമ്മുടെ അമ്മമാരി പറഞ്ഞ പോലെ ചായ എന്ന് പറഞ്ഞ് വരുന്ന സിറ്റുവേഷൻ അല്ല, അവരെന്നെ അതിലൂടെ മാറ്റങ്ങൾ. തീർച്ചയായും 2 വർഷം കൊണ്ട് അവര് ലേൺ ചെയ്തത് ഒരുപാടാണ്. അടുക്കള അവർക്ക് ഹാൻഡിൽ ചെയ്യും. 2 ആൺപിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്താൻ അവർക്ക് അടുക്കള അറിയാം. അതെ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, മുട്ട ബുൾസൈ ചെയ്യാനായിക്കോട്ടെ, അവർക്കത് അറിയാം. അപ്പൊ അതിൽ നമ്മൾ ഹാപ്പിയാണ്. നമ്മുടെ ഈ വർക്ക് കൊണ്ട് അവർക്കും ഗുണമുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചോട്ടെ, ഈ റിവിഷൻ അങ്ങനെ വല്ലതും ഹെൽപ്ഫുൾ ആയിരുന്നോ? ഞാൻ അത്രയും കാലം റിവൈസ് ചെയ്യില്ലായിരുന്നു. എനിക്ക് റിവൈസ് ചെയ്യാൻ ഒരു മടിയായിരുന്നു. കാരണം പഠിച്ച അറിവ് നമ്മൾ കൂട്ടി വെക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പിന്നെ മനസ്സിലായി നമുക്ക് വരുന്ന 100 ക്വസ്റ്റ്യൻ, അത് ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ആ 100 ക്വസ്റ്റ്യനിനകത്ത് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ ആണെങ്കിൽ ഒരു 60 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്നത് വരുള്ളൂ. ബാക്കി 40 ക്വസ്റ്റ്യൻ പുറത്തുനിന്നാണ്. അതിനകത്ത് ഒരു 20 ക്വസ്റ്റ്യൻ നമ്മൾ തലച്ചോറുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻ തൊടാൻ പറ്റാത്തത്, ഇല്ലെങ്കിൽ നന്നായി പഠിക്കുന്നവർക്കേ കിട്ടുള്ളൂ. അവരുടെ മാറ്റി വെച്ച് 10th ലെവലിൽ നമുക്ക് എക്സാം വരുന്നത് എല്ലാതും നമ്മുടെ SCRTനും നമ്മുടെ PYQ മാത്രം ഞാൻ പറയുന്നില്ല, SCRT നന്നായിട്ട് വരുന്നുണ്ട്. റിവിഷന്റെ കുറവ് കൊണ്ട് മാത്രമാണ് നമുക്ക് മാർക്ക് കുറയുന്നത്. നമ്മളിരുന്ന് പുതിയ ടോപ്പിക്കുകൾ പഠിച്ച് എത്ര ഉണ്ടാക്കിയാലും കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായത് ഏറ്റവും അവസാനമൊക്കെ ആവാറായി. പക്ഷെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ ഇമ്പറ്റസിൽ എങ്ങനെയാന്ന് വെച്ചാൽ 50 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. 51ാം ദിവസം വീണ്ടും വന്ന് അപ്പൊ ഇരുന്നിട്ട് സാറിനോട് പറയും, സാറേ പറ്റില്ലാട്ടോ എന്ന് പറയുമ്പോഴും ഞങ്ങളൊരു 7 മണിക്കൂർ കൊണ്ട് ടോപ്പിക്ക് തീർക്കുമായിരുന്നു. ആദ്യമേ തന്നെ 7 മണിക്കൂർ കൊണ്ട് ടോപ്പിക്ക് തീർത്തിട്ട് പോയിട്ട് ഗ്രൂപ്പിൽ പോയി, സാറേ ഇത് കഴിയില്ലാട്ടാ, കാരണം ഞങ്ങൾക്ക് വേറെ നമ്മൾ ഡെയിലി മലയാളം എക്സ്ട്രാ പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് എക്സ്ട്രാ പഠിക്കുന്നുണ്ട്, മാത്സ് എക്സ്ട്രാ പഠിക്കുന്നുണ്ട്, പിന്നെ SCRT എക്സ്ട്രാ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും എപ്പോഴും പഠിക്കാൻ നോക്കണം. പിന്നെ പുതിയൊരു പോയിന്റ് കിട്ടിയാൽ എനിക്ക് 4 പേർക്ക് പറഞ്ഞു കൊടുക്കണം നിർബന്ധം. എന്താണെന്നറിയില്ല, 4 പേർക്ക് എനിക്ക് പഠിപ്പിച്ചു കൊടുത്താലേ എനിക്ക് കിട്ടുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് എനിക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ പുതിയൊരു പോയിന്റ് കിട്ടി അപ്പോൾ വേഗം വന്ന് പറയും, ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, അത് ഒന്ന് പഠിച്ചു വെച്ചേക്കാൻ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞ എക്സാമിന്റെ തലേന്ന് നടക്കാൻ ഞാൻ പോയി പറഞ്ഞ ക്വസ്റ്റ്യൻ പിറ്റേ ദിവസം വന്നപ്പോൾ പിള്ളേർ എൻ്റെ അടുത്ത് പറഞ്ഞു, 50 പേരിലുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ട് പറഞ്ഞു, ആ ക്വസ്റ്റ്യൻ നീ പറഞ്ഞത് ഞങ്ങൾ ഓർത്തു, പക്ഷേ ആൻസർ ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അതെ, പക്ഷെ അതെനിക്ക് കിട്ടി. അത് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമേ എനിക്ക് കിട്ടിയത്. ഞാനത് കേട്ടിട്ടിരുന്നുവെങ്കിൽ എനിക്കത്, പക്ഷെ അവര് കേട്ടിരുന്ന പോലെ ആയിപ്പോയി. അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ ഒരാളോടും കൂടെ ഷെയർ ചെയ്യണത് ഷെയർ ചെയ്യുമ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു ക്വസ്റ്റ്യൻ കൂടാനി മോളെ, അതായത് ഇപ്പോൾ ജോലിക്ക് കയറി, നമ്മളെല്ലാവരും ജോലി കയറി കഴിഞ്ഞാൽ സേഫ് സോണാന്ന് വിചാരിച്ച് പിന്നീട് പഠനമൊക്കെ അവസാനിപ്പിക്കും. അപ്പോൾ VF ആയിട്ട് കയറി, അപ്പോൾ നമുക്ക് നോർമലി ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യണം, ഏതൊരാൾക്കും ഉള്ളൊരു ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി അതിനെ നോക്കിക്കാണുന്നത്? നമ്മൾ വളരണം എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മൾ വളരണം എന്നുള്ളത്. അപ്പോൾ ആ വളർച്ചയിൽ നമ്മൾ ശ്രമിക്കാതെ അയ്യോ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്ന് 10 വർഷം കഴിഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രമിക്കും. ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ പഠിക്കാറുള്ളൂ. കിട്ടിയാൽ അത് യോഗമായിട്ടും, ഇല്ലെങ്കിൽ അതിൻ്റെ
അതും എൻ്റെ യോഗമായിട്ട് എടുക്കും. പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ശ്രമിക്കും, എത്തണോർത്തോളം നീന്തും. അതെ, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും നല്ലൊരു ഡിഗ്രി ലെവൽ ജോബ് തന്നെ കിട്ടട്ടെ. ഇനിയും ആത്മാർത്ഥമായിട്ട് ഇനിയും മാനിഫെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു റാങ്ക് തന്നെ കരസ്ഥമാക്കട്ടെ എന്ന് പറയാം. എനിക്കിപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, സ്പാർക്കിനെ പോലുള്ള ഒരാൾ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞു മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പോലും അറിയാതിരിക്കുമ്പോഴാണ് ആ ഒരു സാധനം റാങ്ക് മാനിഫെസ്റ്റ് ചെയ്ത് ആ റാങ്കിലെത്തി. അവിടെയും കഴിഞ്ഞില്ല, വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സ്റ്റിൽ ഇനിയും വേറൊരു ജോലി, അതായത് ഒരു ഡിഗ്രി ലെവൽ ജോബ് വാങ്ങിക്കണം എന്ന് അത്രയും വാശിയിൽ നിൽക്കുന്ന ഒരാളാണ് സ്പാർക്ക്. അപ്പം അതുപോലെ തന്നെ ആവണം നമ്മൾ ഓരോരുത്തരും. നമുക്ക് എന്ത് ജോലി കിട്ടിയാലും നമ്മളുടെ അകത്തൊരു എയിം ഉണ്ടാവണം. ആ എയിമിൽ ആ ഒരു ജോലി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് അത് നേടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സ്പാർക്ക്. താങ്ക് യു.